SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ വിഷയമാണ്. ഈ വിഷയത്തിൽ ഹിജാബും അതുപോലെ തന്നെ ഈ ഉത്തരീയവും അഥവാ നമ്മൾ ഹെഡ് സ്കാർഫ് എന്ന് പറയുന്ന സാധനം രണ്ടാണ്. അല്ലെങ്കിൽ നിക്കാബ് അത് വേറെയാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ മൂടുപടം നമ്മുടെ പർദ്ദ പോലെയുള്ളത്. നിക്കാബ് എന്ന് പറയുന്നത് മുഖം മറക്കുന്നത്. നേരെ വെച്ച് ഇവിടെ വിഷയം തലയിലിടുന്ന നമ്മൾ ഹെഡ് സ്കാർഫ് എന്ന് പറയുന്ന സാധനമാണ്. ഹെഡ് സ്കാർഫ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉത്തരീയം എന്ന് പറയുന്ന തട്ടമാണ്. ഒരു സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ആ സ്കൂളിന് യൂണിഫോം നടപ്പാക്കാനുള്ള അധികാരമുണ്ട്. പല സ്കൂളിലും നടപ്പാക്കി വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ യൂണിഫോമിനെ തന്നെ എതിർക്കുന്ന ആളുകളുണ്ട്. അത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ചയല്ല. മറിച്ച് സ്കൂളിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്വാഭാവികമായി ഏത് സ്കൂളിലും ഉണ്ടാവും. പലരും അത് പരിശോധിച്ചു, മാധ്യമങ്ങളിൽ വന്നു. ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്നാണ് സ്കൂൾ പറഞ്ഞത്. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിൻ്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ് സ്കാർഫ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ. പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണു പോകരുത്. മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങളല്ല ആദ്യമായി ഇതിൽ പ്രതികരിക്കാൻ വന്ന ആളുകൾ. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദലിത് ആക്ടിവിസ്റ്റുകളാണ്. അവരോട് നമുക്ക് നന്ദിയുണ്ട്. അവർ ഇതൊരു ഭരണഘടനാ പ്രശ്നമായും ഒരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും കൃത്യമായി എടുത്തുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവരിടപെടുകയും ചെയ്തു. ആ ദലിത് ആക്ടിവിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരോട് നന്ദി പറയണം. മറ്റൊന്ന് യുഹന്നാസ് മാർ മിലിത്തിയോസ്. അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്ഭനായ പാതിരിയാണ്. ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വിഭാഗത്തിൻ്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. കാരണം അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനു കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഇതുപോലെ ഹെസ്കാഫ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള, മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയുള്ള സാധനമിട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും. അവരത് ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അവർക്കത് ധരിക്കാം, പക്ഷേ കുട്ടികൾക്കതാവില്ല. ഇവിടെ നേരത്തെ ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വിവാദമായിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ ഗവൺമെൻറ് തന്നെ BJP ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് ഔദ്യോഗികമായി ആ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ ഈ രീതിയിൽ തട്ടമിട്ട് വരരുത് എന്ന് പറഞ്ഞു. അത് ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ജഡ്ജിമാർ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നിയമജ്ഞരൊക്കെ പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 25 അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ്. ഇതിന് ഒരു പ്രത്യേകമായ വ്യാഖ്യാനം കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. കോടതി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ, പൊതുസമൂഹത്തിന് അറിയാവുന്നതുപോലെ, എന്തെങ്കിലും ഒരാളൊരു ഗുരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ച് അതെൻ്റെ മതത്തിൻ്റെ അവകാശമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനൊരിക്കലും അനുമതി കൊടുക്കാനും പാടില്ല. ഓരോ വിഭാഗത്തിൻ്റെയും മതപരമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനൊന്നും ഇന്ത്യയിൽ അധികാരമില്ല.
അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി വ്യാഖ്യാനിച്ചുകൊണ്ട് ERP എന്ന് പറയുന്ന കൃത്യമായ ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് തൻ്റെ മതപരമായ വിശ്വാസാചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം. അതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അതവൻ നിർവഹിച്ചേ പറ്റൂ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ. അത് മതത്തിൻ്റെ നിയമമാണ്. ലംഘിക്കുന്നവരെ കുറിച്ചുള്ള ചർച്ച വേറെ. മദ്യപിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും, നമസ്കരിക്കാത്ത മുസ്ലിങ്ങളുണ്ടാകും, അവർ മുസ്ലിമായി അറിയപ്പെടും. കളവ് നടത്തുന്ന മുസ്ലിങ്ങളുണ്ടാവും. എല്ലാ മതത്തിൻ്റെയും നിയമങ്ങളെ പാടെ ലംഘിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ആ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നവരും ആ മതത്തിൻ്റെ ആളുകളായി അറിയപ്പെടുന്നുണ്ടാവും. മതത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ അത് പൊതുകാര്യത്തോട് ചേർത്ത് പറയാൻ പറ്റില്ല. ഈ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ മുസ്ലിങ്ങൾ തട്ടമിടാതെ വരുന്നു, പെൺകുട്ടികൾ തട്ടമിടുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് എന്ത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഈ കുട്ടി തന്നെ ആദ്യകാലത്ത് തട്ടമിട്ടിട്ടില്ല, ഇപ്പോൾ തട്ടമിടുന്നു എന്ന് പറയുമ്പോൾ ആ തട്ടത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു ബോധനം മതപണ്ഡിതൻ്റെ കയ്യിൽ നിന്ന് എന്നാണോ ലഭിക്കുന്നത്? ആ കുട്ടി ആ മതബോധനം അനുസരിച്ചു കൊണ്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അതനുസരിക്കാനുള്ള അർഹതയുണ്ട്. അത് ആർട്ടിക്കിൾ 25 ഇന്ത്യയിൽ കൊടുക്കുന്ന അവകാശമല്ലേ. 2018 മുസ്താഖിൻ്റെ ജസ്റ്റിസ് മുസ്താഖിൻ്റെ ഒരു വിധിയുണ്ട്. ഈ നിയമം നടപ്പാക്കാൻ അഥവാ അവരുടെ സ്ഥാപനത്തിൻ്റെ റൂൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അർഹതയുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം വിധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം മറിച്ചും വിധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോടതി വിധിയുണ്ട്. ഈ വിഷയത്തിൽ ഇങ്ങനെ തർക്കം വന്ന സമയത്ത് തട്ടമിടുന്നതിന് നിഷേധിക്കാൻ കഴിയില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നും അദ്ദേഹം വിധിച്ചിട്ടുണ്ട്. അതൊരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല, നമ്മളൊരു രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റു നിയമങ്ങളെയാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രബല ജനവിഭാഗമാണ് ന്യൂനപക്ഷമതയിൽ സിഖുകാർ. സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഏറ്റവും അപകടകാരിയായ ഒരു സാധനമാണ് ശരിക്കും ആയുധം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റൂളിൽ ശരിക്കും പറയുന്ന ഒരു ഭാഗം നോക്കുന്നില്ല. ക്യാരിങ് ദ കൃപാൻ ഈസ് എ ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ്. ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് എന്നാണ് പറയുന്നത്. നിയമപരമായി അംഗീകരിക്കപ്പെട്ട മതപരമായ അവകാശമാണ് സിഖുകാർക്ക് ആയുധമായ ഈ കൃപാൻ കൊണ്ടു നടക്കാം. 4(6) ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ 25-ാം വകുപ്പ് അനുസരിച്ചുകൊണ്ട് അവർക്കത് കൊണ്ടു നടക്കാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണല്ലോ സൈന്യം, പോലീസ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് കൃത്യമായ നിയമനിബന്ധനകളുണ്ട്, പ്രോട്ടോക്കോളുകളുണ്ട്, കർശനമായ വ്യവസ്ഥകളുണ്ട്. എന്നാൽ നമ്മുടെ പോലീസുകാരിൽ തന്നെ നിങ്ങൾ നോക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ പോലീസ് മാനുവൽ പെർമിറ്റ്സ്, അവർ പെർമിറ്റ് ചെയ്യുന്ന എന്താ? ബിയേഡ്സ്, താടി വെക്കാം. ഫോർ ദോസ് ഓൺ പിൽഗ്രിമേജ്, ആരെങ്കിലും പിൽഗ്രിമേജിന് പോകുമ്പോൾ, ശബരിമലയ്ക്ക് പോകുമ്പോഴോ അതുപോലുള്ള പ്രധാനുഷ്ഠാനങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓർ ടേക്കിംഗ് വോവ്സ് എന്ന് പറയുന്നുണ്ട്. ആ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവരെടുക്കുന്ന സമയത്ത് പ്രത്യേകമായി അവർക്ക് അനുമതി വാങ്ങിയിട്ട് താടി വെക്കാം. എന്നിട്ട് പറയുന്നു, എ റൂൾ ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കേരള പോലീസ് ആക്ട്. ഇത് കേരള പോലീസ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ അവൻ്റെ മതം അനുസരിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ താടി വെക്കാം. യഥാർത്ഥത്തിൽ അവർക്ക് മൊത്തത്തിൽ അങ്ങനെ താടി വെക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണ് സൈന്യം. നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ നിയമപുസ്തകം പരിശോധിച്ച് നോക്കൂ. US സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായി അറിയപ്പെടുന്ന അവരാണ്. US-ൻ്റെ സൈന്യം, അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിലെ സൈനിക വിഭാഗത്തിൽ പോലും, നമ്മുടെ ആർമിയിൽ പോലും അലൗഡ് ടു കീപ് ദെയർ ബിയേഡ്സ് ആസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ദെയർ ഫെയ്ത്ത് എന്നാണ്. അവരെ മതവിശ്വാസം അനുസരിച്ച് അവർക്കത് കാത്തു സൂക്ഷിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ സിഖുകാർക്ക് താടി വെക്കാം, പട്ടാളത്തിന് തലപ്പാവ് ധരിക്കാം. ശരിക്കും സൈന്യത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിൽ യൂണിഫോം അല്ല, യൂണിഫോം പോലെയല്ല. സ്കൂളിൽ യൂണിഫോമിൻ്റെ ഒരു കർശന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യനിഷ്ഠ എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിൻ്റെ യൂണിഫോം, അച്ചടക്കം. ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കെട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ലീഗലി പ്രൊട്ടക്റ്റഡാണ്. അതിൻ്റെ കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ്. ഒരു സിഖുകാരൻ തലപ്പാവ് വെക്കുന്നത് പോലെ, ശബരിമലയ്ക്ക് പോകുന്ന ഒരു പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ, ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും അവരുടെ തല അന്യലിൽ നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥയാണ്. ലംഘിക്കുന്നവരുണ്ടാവാം. ശബരിമലയ്ക്ക് പോകാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ തലപ്പാവ് വെക്കാത്ത സിഖുകാരുണ്ടാകാമല്ലോ. അപ്പോൾ തട്ടമിട്ട അധ്യാപിക എന്തുകൊണ്ട് തട്ടമിടുന്നു? അവരുടെ മതം കന്യാസ്ത്രീകൾ അങ്ങനെ വേഷം ധരിക്കണമെന്ന് പറയുന്നു. ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉയർന്ന് പഠിച്ച് PGയോ അല്ലെങ്കിൽ അതുപോലുള്ള ഉയർന്ന ബിരുദമോ എടുക്കാൻ ഒരു കോൺടാക്ട് ക്ലാസ്സിൽ പോയി എന്നിരിക്കട്ടെ, ആ സ്ഥാപനത്തിൽ കർശനമായ നിയമം ഉണ്ടെന്നിരിക്കട്ടെ, ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അവളുടെ തട്ടം മാറ്റിവെക്കുമോ? പർദ്ദ പോലുള്ള അവളുടെ വേഷം മാറ്റിവെക്കുമോ? അങ്ങനെ നിർദ്ദേശിച്ചാൽ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അങ്ങനെ നിയമം ഉണ്ടാക്കാൻ കഴിയില്ല.
അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ DD അന്വേഷിച്ച് അവർ ചെയ്ത് തെറ്റാണ്, കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ പിതാവും കുട്ടിയും കാണിച്ചൊരു മാന്യതയുണ്ട്. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു, PM അനസ്, എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്, എന്നെ കൊണ്ട് ഇവിടെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ അവിടുന്ന് മാറ്റുകയാണ്. അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ അനുമതി നിഷേധിക്കുമ്പോൾ മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഖേദകരമാണ്. അത് വലിയ ചർച്ചയായി നമ്മുടെ കേരളത്തിൽ. കളർ വേണമെങ്കിൽ നിർബന്ധിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന കളറായിരിക്കണം. ആ കുട്ടി പറയുകയാണ്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള തട്ടമിട്ട് വരുമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ കർശനമായി ആ കുട്ടിക്കെതിരെ നടപടിയെടുക്കാം. കാരണം സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ കളറിനോട് അത് യോജിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അമേരിക്കൻ സൈന്യത്തിലൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് പോലും പ്രത്യേകമായി തലയിൽ മറക്കാനുള്ള അനുമതി അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പ്രത്യേകമായി അവർ പറയുന്ന കോഡനുസരിച്ചായിരിക്കണം. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസപരമായ അവകാശ സംരക്ഷണമാണ് ഇവിടെ വിഷയം. ഇപ്പോൾ ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നു, ഇങ്ങനെ വാശി പിടിച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മുസ്ലിം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ, ഒരു മുസ്ലിമിന് തൊഴിൽ കൊടുക്കാൻ, ഒരു മുസ്ലിമിന് ഒരു വാടക വീട് കൊടുക്കാൻ, ഇതൊക്കെ 100 വട്ടം ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് തനി വർഗീയമായി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ, സാമൂഹിക പശ്ചാത്തലത്തിൽ എന്തുമാത്രം അപകടമാണെന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ ചിലർക്ക് ഉന്നയിക്കുന്ന 3 പ്രധാനപ്പെട്ട വാദം, ഒന്ന്, കുറേ മുസ്ലിം കുട്ടികളുണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ പല സ്കൂളുകളിലും അവരൊന്നും തട്ടമിടുന്നില്ലല്ലോ. അതിന് മറുപടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കാരണം വിശ്വാസമനുസരിച്ചുകൊണ്ട് അനുഷ്ഠാന കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും, അതിനെതിർക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യപിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടാകും, മദ്യപാനം അനുവദനീയമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ചിട്ടയാർന്ന മുസ്ലിങ്ങളും ഉണ്ടാവും. മറ്റൊന്ന്, ഈ കുട്ടി തന്നെ കുറേ കാലം സ്കൂളിൽ വന്നപ്പോൾ തട്ടമിട്ടിട്ടില്ലല്ലോ, ഇപ്പോഴെന്തേ ഇങ്ങനെ കുത്തിപ്പൊക്കാൻ? അതും ചോദ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടിക്ക് മതബോധം ആരെങ്കിലും ഇപ്പോൾ പകർന്നു കൊടുത്തു, അല്ലെങ്കിൽ കുട്ടി മെച്ചുറായി, അല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിച്ചോ അല്ലെങ്കിൽ മതപണ്ഡിതൻ്റെ ഉപദേശം ലഭ്യമായോ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് കുട്ടിക്ക് ബോധ്യം വന്നാൽ ആ നിമിഷം കുട്ടിക്ക് തിരുത്തി തട്ടമിടാമല്ലോ. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ കുരിശ് ധരിക്കുന്നു, പൂണൂല് ധരിക്കുന്നു, ചന്ദനക്കുറി ഇടുന്നു, ഇതൊക്കെ ഓരോ മതത്തിൻ്റെ വിശ്വാസമാണ്. ഒരു കുട്ടിയോട് ചന്ദനക്കുറി പ്രദർശിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്തൊരു കോലാഹലം ഉണ്ടാകും. ഇവിടെ ഒരു മുസ്ലിം സ്കൂളാണെന്നിരിക്കട്ടെ, ഒരു എയ്ഡഡ് മുസ്ലിം സ്കൂൾ അല്ലെങ്കിൽ ഒരു അൺഎയ്ഡഡ് മുസ്ലിം സ്കൂൾ, അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സംഘടനയാണ്. അവിടെ ഒരു അമുസ്ലിം കുട്ടി, ഒരു ബ്രാഹ്മണ കുട്ടി പൂണൂരിട്ട് വന്നു, അതല്ലെങ്കിൽ ഒരു അമുസ്ലിം കുട്ടി ചന്ദനക്കുറി ഇട്ട് വന്നു, ഇതിവിടെ പറ്റില്ലെന്ന് പറയാൻ എന്ത് നിയമമാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒരിക്കലും പറ്റില്ലല്ലോ. ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒരേ വേഷത്തിലാകണമെന്ന് പറയാൻ പറ്റുമോ? സ്കൂളിൽ ഒരു ഡ്രസ് കോഡ് വെച്ചാൽ ആ കളറിലുള്ള ഡ്രസ് കോഡ് ഇന്ന രീതിയിൽ നിങ്ങൾ ധരിക്കണം എന്ന് പറയാമെന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ തലയിൽ തട്ടമിടുക എന്ന കർമ്മം ചെയ്യരുത് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയാൻ, ഒരുപക്ഷെ സ്കൂളിൻ്റെ ക്ലാസ് നിസ്കരിക്കരുത് എന്ന് നമുക്ക് പറയാം. ആ കുട്ടി തീരെ നിസ്കരിക്കരുതെന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടി സൗകര്യമുള്ള സ്ഥലത്ത് പോയി നിസ്കരിച്ചോ, അവൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമല്ലേ. ദൈവപ്രാർത്ഥനയെ തടയാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുക. എത്രയോ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തട്ടമിടാത്ത മുസ്ലിം കുട്ടികൾ വരുന്നുണ്ട്. ആ കുട്ടികളോട് നമ്മൾ തട്ടമിടാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവർക്ക് തട്ടമിടേണ്ട ആവശ്യമില്ല, അവരെ നിർബന്ധിക്കാനും ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ടൊരു പ്രയോജനവും കിട്ടുന്നില്ല. എന്നാൽ മുസ്ലിം കുട്ടികൾ തട്ടമിടുന്നവരിടട്ടെ, ഇടാത്തവരിടാതിരിക്കട്ടെ, യൂണിഫോമിൻ്റെ കളറായിരിക്കണം തട്ടമെന്ന് പറയാമെന്നല്ലാതെ തട്ടമിട്ട ഒരു സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആ തട്ടമിട്ടുകൊണ്ട് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ് തട്ടമിട്ട് വരാൻ പാടില്ല. ഈ വിരോധാഭാസത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ഭരണഘടനാദത്തമായ അവകാശത്തെ ഹനിക്കുന്നതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഒരിക്കലും ഇതൊരു വർഗീയ വിഷയമാക്കി കേരളത്തിൽ നിലനിൽക്കുന്ന സൗഹൃദം തകരാൻ ഇടയാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും അഭ്യർത്ഥനയുമാണ് ഈ സന്ദർഭത്തിൽ പൊതുസമൂഹത്തോട് നൽകാനുള്ളത്. അതെ, അത് ആ രക്ഷിതാവ് തീരുമാനിക്കേണ്ടതാണ്. കാരണം രക്ഷിതാവിന് കോടതിയിൽ പോകാൻ അർഹതയുണ്ട്, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ അവസരമുണ്ട്. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭരണഘടനാ വിരുദ്ധമായ തീരുമാനമാണ് അവരെടുത്തിട്ടുള്ളത് എന്ന് DD വരെ കൃത്യമായി പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സ്കൂൾ അധികൃതർ ചെയ്ത് തെറ്റാണെന്നാണ്. DD ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഗവൺമെൻറ് കൊടുക്കുന്ന റിപ്പോർട്ട് നടപ്പാക്കാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ആ സ്കൂൾ അധികൃതർക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ NOC ലഭിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചുകൊണ്ടോ നടക്കുന്ന ഒരു സ്കൂളിൽ ഇന്നത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കാൻ ഗവൺമെൻറ് അധികാരമുണ്ട്.
അതും ഭരണഘടനയ്ക്ക് അനുകൂലമായൊരു കാര്യമാണ് അവിടെ ചെയ്യാൻ പറയുന്നത്. അത് ഗവൺമെൻറ് നിർദ്ദേശിക്കണം. ആ സ്കൂൾ ആ കുട്ടിയെ പുറത്താക്കാൻ പാടില്ല, ആ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് മന്ത്രി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കർശനമായി ആ മാനേജ്മെൻറ്റിനോട് പറഞ്ഞ് നടപ്പാക്കാനാണ് മന്ത്രി ശ്രമിക്കേണ്ടത്. ആ മാനേജ്മെൻ്റ് ആണെങ്കിലോ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഇതിനോട് സഹകരിക്കുകയാണ് വേണ്ടത്. ആരുടെയെങ്കിലും ഇത്തരം വർഗീയമായ പ്രചരണങ്ങളിൽ വീണു പോവുകയോ തെറ്റായ തീരുമാനമെടുക്കുകയോ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും ഒക്കെ വളരെ നല്ല രീതിയിൽ സൗഹൃദത്തോടെ പോകുന്ന ഒരു അന്തരീക്ഷമാണ് എല്ലാ മതവിഭാഗങ്ങളും ജീവിക്കുന്ന കേരളത്തിലുള്ളത്. ഇതൊരു മുസ്ലിം കുട്ടിയോടുള്ള വിവേചനപരമായ മതപരമായ വിവേചനമായി ചിത്രീകരിക്കുന്നതിന് പകരം ഒരു വിദ്യാഭ്യാസ അവകാശ ലംഘനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ കുട്ടിയെ പഠിപ്പിക്കാൻ രക്ഷിതാവിന് താല്പര്യമില്ലെങ്കിൽ അത് അയാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. അതിൽ പിന്നെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പോൾ കാരണം മുസ്ലിം കുട്ടികൾ തന്നെ ഒരുപാട് കുട്ടികൾ തട്ടമിടാതെ പഠിക്കുന്നുണ്ട്. ഇതിലൊക്കെ മുസ്ലിം സമുദായം അവരുടേതായ മതചിട്ട പാലിക്കാനുള്ള അവരുടെ ബാധ്യത നിറവേറ്റുകയാണ് വേണ്ടത്. ആ രക്ഷിതാവ് പറയുന്നു എൻ്റെ കുട്ടിയോടെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ പൊതുസമൂഹം കയറിയിട്ട് അല്ലെങ്കിൽ മതസംഘടനകൾ കയറിയിട്ട് അവിടെ തന്നെ പഠിപ്പിക്കണം എന്നൊന്നും പറയാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. അദ്ദേഹത്തിൻ്റെ കുട്ടിയോടെ പഠിപ്പിക്കേണ്ട എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കേണ്ട. ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതപരമായ വിഷയത്തിനകത്തുണ്ട്, ഭരണഘടനാപരമായ വിഷയമുണ്ട്, നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയത്തിൽ പക്ഷേ വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ കുട്ടിയോടൊപ്പം രക്ഷകർത്താവിനൊപ്പം എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുവെങ്കിലും ആദ്യം പറഞ്ഞ ആ ഒരു കർശനമായ നിർദ്ദേശമല്ല പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ആദ്യം അദ്ദേഹം വളരെ കർശനമായി പറഞ്ഞു, പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് അല്പം പുറകോട്ട് പോയോ എന്നൊരു സന്ദേഹമുണ്ട്. എങ്കിലും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. അതനുസരിച്ച് ആ സ്കൂളിനെ കൊണ്ട് നടപ്പാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയാൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ശക്തമായ പിൻബലവും നിർദ്ദേശവും ഗവൺമെൻറ്റിൻ്റെ പിൻബലവും ഉണ്ടെങ്കിൽ രക്ഷിതാവ് സ്വാഭാവികമായും ആ കുട്ടിയോടെ പഠിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ലഭ്യമാകാത്തത് കൊണ്ടാണ്, അത് നടപ്പാക്കാൻ കൃത്യമായ നിർദ്ദേശം സ്കൂളിലേക്ക് ചെല്ലാത്തത് കൊണ്ടാണ് ഈ രക്ഷിതാവിന് അങ്ങനെ തീരുമാനമെടുക്കേണ്ടത് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ നല്ലൊരു വാചകമാണ് പറഞ്ഞത്, എൻ്റെ ഒരു കുട്ടിയെ കൊണ്ട് അതൊരു ചർച്ചയാക്കി സമൂഹത്തിലൊരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ഇത്രയും ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ എൻ്റെ കുട്ടിക്ക് കുറേ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് പനി പോലും ബാധിച്ചിട്ടുണ്ട്. സന്ദർശകർ വീട്ടിലേക്ക് വരികയാണ്, വാർത്താമാധ്യമങ്ങൾ പിന്തുടരുകയാണ് എന്നൊക്കെ ഒരു പഠിക്കുന്ന കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില അപകടകരമായ അവസ്ഥയിലേക്ക് ഇത് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പിൻവാങ്ങുകയാണ് ശരിക്കും ചെയ്തത്. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.